നിങ്ങളെ തളർത്താത്ത ഒരു ജീവിതം നിങ്ങൾ അർഹിക്കുന്നു. തിങ്കൾ മുതൽ വെള്ളി വരെ അതിജീവിക്കാനും വാരാന്ത്യങ്ങളിൽ സുഖം പ്രാപിക്കാനും വേണ്ടിയല്ല നിങ്ങൾ ജനിച്ചത്. നിങ്ങളുടെ ദിവസങ്ങളെ ഭയന്ന് പുഞ്ചിരിച്ചുകൊണ്ട് ക്ഷീണത്തെ സാധാരണ എന്ന് വിളിച്ച് ഉണരാൻ നിങ്ങൾ ഉദ്ദേശിച്ചിരുന്നില്ല. പക്ഷേ വഴിയിൽ എവിടെയോ അത് ഒരു മാനദണ്ഡമായി മാറി. കൂടുതൽ തിരക്ക് കൂട്ടുക, നന്ദിയുള്ളവരായിരിക്കുക, പരാതിപ്പെടരുത്. അങ്ങനെ നിങ്ങൾ ജീവിതം തള്ളിവിടുന്നു. നിങ്ങൾ പ്രകടനം നടത്തുകയാണ്. നിങ്ങൾ ചുരുങ്ങിപ്പോകുന്നു. നിശബ്ദമായി ക്ഷീണിതനായിരിക്കുമ്പോൾ തന്നെ എല്ലാത്തിലും. എന്നാൽ നമുക്ക് യാഥാർത്ഥ്യമുണ്ടാക്കാം. നിങ്ങളെ ശൂന്യമാക്കുന്ന ഒരു ജീവിതത്തേക്കാൾ കൂടുതൽ നിങ്ങൾ അർഹിക്കുന്നു. യുദ്ധം പോലെ തോന്നാത്ത പ്രഭാതങ്ങൾ നിങ്ങൾ അർഹിക്കുന്നു. ഒരു പ്രകടനമായി തോന്നാത്ത സംഭാഷണങ്ങൾ, നിങ്ങളുടെ ആത്മാവിനെ മായ്ക്കാത്ത ജോലി, ആദ്യം ഡ്രെയിൻ ചെയ്യാതെ നിങ്ങളിലേക്ക് തിരികെ ഒഴുകുന്ന ആളുകളും. സമാധാനപരമായ ജീവിതം മടിയനല്ല, മൃദുവായ ജീവിതമാണ്. ദുർബലമല്ല, അത് ജ്ഞാനമാണ്. പൊള്ളൽ ഒരു ബാഡ്ജ് അല്ലെന്ന് അറിയുക, അതൊരു മുന്നറിയിപ്പ് അടയാളമാണ്. ശ്വസിക്കാൻ നിങ്ങൾക്ക് അനുമതി നൽകാൻ ഒരു തകർച്ചയ്ക്കായി കാത്തിരിക്കേണ്ടതില്ല. അതിരുകൾ നിശ്ചയിക്കാൻ നിങ്ങളുടെ മുഴുവൻ സമയ ജോലി പോലെ നിങ്ങളുടെ സമാധാനം സംരക്ഷിക്കാൻ. കാരണം എന്താണെന്ന് ഊഹിക്കാമോ? നിങ്ങളെ ഇന്ധനമാക്കുന്ന ഒരു ജീവിതം ഒരു ആഡംബരമല്ല, അതൊരു അടിസ്ഥാനമാണ്. നിങ്ങളെ വെറുതെ നിലനിൽക്കാൻ സൃഷ്ടിച്ചതല്ല, ജീവിക്കാൻ സൃഷ്ടിച്ചതാണ്. നിങ്ങൾ അർഹിക്കുന്ന ഒരു ജീവിതത്തിന് നിങ്ങൾ അർഹനാണ്. നിങ്ങളെ പുനഃസ്ഥാപിക്കുന്നു. നിങ്ങൾ നിരന്തരം വീണ്ടെടുക്കേണ്ട ഒന്നല്ല. നിങ്ങളുടെ ഊർജം സംരക്ഷിക്കുക, നിങ്ങളുടെ സന്തോഷം പുനർനിർമ്മിക്കുക, നിങ്ങളെ തളർത്തുന്നതിൽ നിന്ന് അകന്നു പോവുക, ക്ഷമാപണം കൂടാതെ. ഇഫ് യു ലവ് ടു വാച്ച് ദിസ് വീഡിയോ, യു ക്യാൻ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.